നമ്മുടെ നൂല് ഈ നൂല് നമ്മൾ കെട്ടിടാൻ വേണ്ടിയിട്ട് ഈ നൂലിൻ്റെ തുമ്പ് പിടിക്കുക. അപ്പോൾ 2 ഭാഗം ഉണ്ടാവില്ല നൂലിൻ്റെ, ഇതും ആ നൂലിൻ്റെ തുമ്പ് ഭാഗം എടുത്തിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കീപ്പൊട്ടിക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കിത് ഒരു ടൈ കിട്ടി ഇവിടെ കെട്ട് നമുക്ക് ഇടാൻ പറ്റി. ഓക്കെ, ഇതാണ് നൂലിൻ്റെ കെട്ടിടുന്നത്. ഇപ്പോൾ നമ്മുടെ നൂല് കെട്ടായി. ഓക്കെ, ഇനി നമ്മൾ ഈ ഷർട്ടിൻ്റെ ആണ് കാണിക്കുന്നത്. ഈ ഷർട്ടിൻ്റെ വേറൊരു ബട്ടൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ നമ്മളത് പൊട്ടിയതുകൊണ്ട് നമ്മൾ വേറെ പുതിയ 2 ബട്ടൺസ് വെച്ചാണ്. ഇനിയിപ്പോൾ ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിനി ഡയഗണൽ സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇത് തുന്നി കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ശരിക്ക് നെക്ക് പോർഷൻ്റെ അവിടുന്ന് നമ്മളിങ്ങനെ ഈക്വലായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് ഈക്വലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് നമ്മളിതിൻ്റെ നേരൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ 1ാമത്തെ കൊടുക്ക് 2ാമത്തെ കൊടുക്ക് അങ്ങനെ. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി കെട്ടിടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡയഗണൽ ക്രോസ് സ്റ്റിച്ചിങ് ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഡയഗണലായിട്ട് നിന്നിട്ട് ഈ എതിർ വശത്തേക്ക് നമ്മളിങ്ങനെ ഡയഗണലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ഇവിടുന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എതിർവശത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് എവിടെ എൻ്റെ കണ്ടോ, ഇവിടെ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഡയഗണൽ വശം എന്ന് പറയുന്നത് ഇപ്പുറത്തെ വശമാണ്. ഇപ്പുറത്തെ വശത്തേക്ക് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ക്രോസ് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഒരു 3-4 ക്രോസ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമുക്കിവിടെ നല്ലൊരു ഡിസൈനിൽ നമ്മുടെ നിൽക്കും മാത്രമല്ല കുടുക്ക് നല്ല ടൈറ്റായിട്ട്. ഇനി ഒരിക്കലും ഇത് വിട്ടുപോരില്ല. നമ്മൾ റെഡിമെയ്ഡൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോരും. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് നല്ല ഇതായിട്ട് ഇത് നമുക്ക് ടൈ ചെയ്യണം. ബാക്കിൽ നമ്മൾ ടൈ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു അതുപോലെ തയ്ച്ചതിൻ്റെ മുകളിലൂടെ ഒരു ചെറിയ ഇതെടുക്കുക. അത് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർക്കാം. ആദ്യം ഒരു പ്രാവശ്യം കോർത്തു, പിന്നെ ഒരു പ്രാവശ്യം കൂടി കോർക്കാം. അതായത് 2 പ്രാവശ്യം നമ്മൾ കോർക്കുമ്പോൾ അത് ഓൾറെഡി ഒരു ടൈ ആയി മാറും. കണ്ടോ, അപ്പോൾ ഇത് വലിച്ചു കഴിഞ്ഞത് ഭയങ്കര ടൈറ്റായി. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് കൊടുക്കാം. ഇനി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല ഉറപ്പിൽ തന്നെ ഉണ്ടാവും. അതിന് നമ്മളിതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് പൊട്ടിച്ചപ്പോൾ ഇവിടെ ക്ലിയറായി. നമ്മുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഷർട്ട് ഇപ്പോൾ നമുക്ക് കുടുക്ക് പൊട്ടിയ കാരണം നമുക്ക് 2 ഡിഫറെൻറ്റ് കുടുക്കായി ഇടാൻ പറ്റാതിരിക്കുന്ന ഒരു ഷർട്ടാണ്. അപ്പോൾ നമ്മളിത് നല്ല ഭംഗിയുള്ള നമ്മുടെ മാച്ചിങ് ആയിട്ടുള്ള 2 ബട്ടൺസ് വെച്ചപ്പോൾ വേണ്ട നെക്ക് അടിപൊളിയായി, ഒരു കുഴപ്പമില്ലാത്ത നല്ല ഇതായി കിട്ടി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.